ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു കർക്കിടക മരുന്ന് ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് കർക്കിടകം 2ാം ദിവസമാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞവരേരിയാണ്. ഇത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ്. പിന്നെ ബദാമുണ്ട്. ഇത് അജ്വൈനാണ്, അയമോദകം, ഉലുവ, എള്ളാണ്. കറുത്തതും വെള്ളയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണം. പിന്നെ കുറച്ച് മട്ടയുടെ അവലാണ്. ഇത് നമ്മുടെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും. വറുത്ത് പൊടിച്ചിട്ട് ഇതാ ഇങ്ങനെ നല്ല ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആക്കി എടുക്കണ്ട. കുറച്ച് തരിതരിയായിട്ട് കുറച്ച് വേണം. അതിലേക്ക് നമുക്ക് ചുക്കിൻ്റെയും ഏലക്കയുടെയും പൊടി ഇട്ട് കൊടുക്കാം. അത് ചേർത്തു. അതിന് ശേഷം നമുക്ക് അതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിതിനകത്ത് ചേർക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ, ചെറിയൊരു ചൂടൊക്കെ കാണാം, പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് കൈ സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇതിനെ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസായിട്ട് എടുക്കാം. ചെറുതായിട്ട് നമുക്ക് നെയ്യോടെ ചേർത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഓരോരോ ബോൾസ് ഉരുട്ടി എടുത്ത് ഒരു പാത്രത്തിൽ വെക്കുവാണ്. നമുക്കിത് ഡെയിലി രാവിലെയോ വൈകിട്ടോ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഓരോന്നും 2 നേരവും കഴിക്കാം, അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാം. ഇപ്പോൾ ഈ സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് ശരത്ത്. ഇത് അവസാനം ഞാൻ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും അത്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല. ഇങ്ങനെ തന്നെ നമുക്കൊരു ടിന്നിൽ സൂക്ഷിച്ച് വെക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക് ചെയ്യണം. ബായ്.